ഹലോ ഗൈസ്, നമ്മൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ എന്ത് കണ്ടൻറ്റ് കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടാവും വന്നേന്ന്. അപ്പോൾ കഥകൾ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് സാധനങ്ങൾ സെറ്റാക്കി പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ഞാനുൾപ്പെടെ കണ്ണാടി നോക്കും. അപ്പോൾ ഈ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഇന്നലെ രാത്രി തോന്നിയ ഒരു ചെറിയ ഡൗട്ട് കാര്യങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ അതൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ കാര്യം എന്താണെന്ന് പറയാം. ഇപ്പം നമ്മളെല്ലാവരും കണ്ണാടി നോക്കുന്നതാണ്. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ വലത്തെ കൈ ഒന്ന് പൊക്കി നോക്കി. വലത്തെ കൈ പൊക്കി നോക്കുമ്പം കണ്ണാടിയിലെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം ഏത് ഭാഗത്തായിട്ടാണ്? ആ കൈ ഇടത്തെ കൈ ആയിട്ടാണ് നമ്മളെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? സത്യത്തിൽ അങ്ങനല്ല കാണിക്കേണ്ട. കണ്ണാടിയുടെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ വലത്തെ കൈ പോകുമ്പം വലത്തെ കൈയാണ് കാണിക്കുന്നതെങ്കിലും കണ്ണാടിയിലെ ഇടത്തെ കൈയിലാണ് കാണിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ അതിൻ്റെ ഒരു ടെക്നിക്ക് കാര്യങ്ങൾ എന്തായിരിക്കും? അതേസമയം നിങ്ങൾ ഒന്ന് എവിടെയെങ്കിലും കട്ടിലേലോ അല്ലെങ്കിൽ ഒന്ന് കിടക്കുന്ന പോലെ ഒന്ന് മലന്ന് കിടക്കുന്ന പോലെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് കൈ നോക്കുക. എന്നിട്ട് ആ സമയത്ത് കണ്ണാടി വെച്ചിട്ട് കൈ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലത്തെ സൈഡിലായിരിക്കും കൈ. എന്നിട്ട് നിങ്ങൾ അതേ സമയം തന്നെ തിരിഞ്ഞ് കിടക്കുക. തിരിഞ്ഞ് കിടന്നിട്ട് ആ വലത്തെ കൈ തന്നെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് കിടന്നിട്ട് ആക്കുമ്പം കണ്ണാടിയുടെ ആ റിഫ്ലക്ഷൻ വരുന്നത് ഏത് ഭാഗത്തായിട്ടായിരിക്കും? ഇടത്തെ ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ അതെന്താ അങ്ങനെ വരുന്നതെന്ന് ഞാൻ ഒരു ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ കാര്യങ്ങൾ ചെയ്തപ്പം പിന്നെ വേറെ കുറേ മണ്ടത്തരങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓവറാക്കി. അത് ചില സമയത്ത് ഞാൻ തന്നെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ഓവറായിപ്പോയി കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്തതന്നേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആത്മാവിനെ പറ്റി വീഡിയോ കാര്യങ്ങൾ ചെയ്താലോ എന്നുണ്ടെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടോ അതിൻ്റെ കാര്യങ്ങളോ നോക്കിയിട്ടൊന്നുമില്ല. നമുക്ക് സംശയങ്ങൾ കാര്യങ്ങളോ തോന്നുന്നത് പോഡ്കാസ്റ്റ് പോലെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് അറിഞ്ഞായിരുന്നുണ്ട് കൊള്ളായിരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ സത്യത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് കാണിക്കുന്നതും കേൾപ്പിക്കുന്നതും എല്ലാം സത്യത്തിൽ സത്യമല്ല. ഈ പ്രപഞ്ചത്തിൽ പല ഡൈമെൻഷനുകളും അതേപോലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് 3 കളറേ കാണാൻ പറ്റുന്നുള്ളൂ: പച്ച, നീല, ചുവപ്പ്. ആ ഒരു മിശ്രിതം ആയ കളറുകൾ മിക്സായിട്ടുള്ള പലതരം കളറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. എനിക്ക് അതിലും ഡൗട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു കുറേ കളറുകൾ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് സയൻസ് പരമായിട്ടുള്ള ആളുകൾ അവർ ഇവരുടേതായ ന്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ സ്ട്രിംബ് എന്ന് പറഞ്ഞൊരു ചെറിയ ജീവിയുണ്ട്. അത് ഒരു തരം സ്ട്രിംബിന് മാത്രമേ ആ ഒരു ഇതുള്ളൂ. നമുക്ക് ഈ പച്ച, നീല, ചുവപ്പ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് 16 തരം കളറുകൾ കാണാൻ വേണ്ടി പറ്റും എന്നാണ് അവരുടെ അവകാശം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അപ്പം അവർക്ക് ആ 16 കളറ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം കളറ് പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചുറ്റും നടക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചെറിയ ഒരു ഇതിന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പം ഈ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ജീവനോടുള്ളപ്പോഴേ മാത്രമേ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റൂ. പല എവല്യൂഷനുകൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റൂ. ചിലപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ഒരിക്കലും പറയാനെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്ന പഞ്ചായത്ത്, ജില്ല, ഗ്രാമം, അതേപോലെ ടൗൺ ഏരിയ, അത് കേരളത്തിൽ, ഇന്ത്യയിൽ, ഇന്ത്യ എന്ന് പറയുന്നത് റഷ്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുമ്പം ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ചന്ദ്രൻ മാത്രമല്ല കേട്ടോ. നമുക്ക് മേളിലെ ഇപ്പോൾ നമ്മൾ തറയിൽ നിന്ന് മേളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ മാത്രമല്ല കാണുന്നത്. ചന്ദ്രൻ മാത്രമല്ല ഗ്രഹം, അതിന് സൂര്യനുണ്ട്, വ്യാഴമുണ്ട്, ജൂപ്പിറ്റർ, അതേപോലെ മറ്റ് ഗ്രഹങ്ങളെല്ലാം കൂടെ ചേർന്ന സോളാർ സിസ്റ്റം. ആ സോളാർ സിസ്റ്റത്തിനകത്ത് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന സാധനം നമ്മുടെ ആ ഗാലക്സിക്കകത്താണ് കേട്ടോ. ഗാലക്സി എന്ന് പറഞ്ഞ് കുറേ ഗാലക്സികളുണ്ട്. ആ ഗാലക്സിക്ക് എല്ലാത്തിനും കൂടെ ഒരു മൾട്ടി യൂണിവേഴ്സ്, അതിന് കഴിഞ്ഞ് മൾട്ടി യൂണിവേഴ്സ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ
ഇതൊക്കെ നമുക്കപ്പോൾ ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിക്കുവാണ്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു ഇതല്ല. ഈ കാമുകൻ തേച്ച് കാമുകി തേച്ച് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അത് ചെറിയ കാര്യത്തിന് പോയി മണ്ടത്തരം കാണാതെ ചിലപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ